എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് നമ്മുടെ കേരളം. ഈ കേരളത്തിൽ നമ്പർ 1 കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ നമ്പർ 1 ആണ് എന്ന് നിരന്തരം പറയാറുണ്ട്. അങ്ങനെ നമ്പർ 1 ആയ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം അടിക്കടി തൻ്റെ നിലപാട് മാറ്റുന്നു. അടിക്കടി അദ്ദേഹം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഒരു ലക്കും ലഗാനുമില്ലാത്ത എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെന്ന് പറയുമ്പോഴത്തേക്ക് MA ബേബി തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു കൂട്ടവും അതിന് മുമ്പുള്ളൊരു കൂട്ടമെന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. MA ബേബി തൊട്ട് ഇങ്ങോട്ട് ഒരു ഡിറ്റോറിയേഷനാണ്. ഇതിനേക്കാളും കൂടുതൽ ഇനി താഴുമെന്ന് തോന്നുന്നില്ല. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ മനുഷ്യൻ താഴ്ന്ന ഭൂമിയോളം താഴും, ഭൂമി താഴ്ന്ന പാതാളത്തോളം താഴും, പാതാളം താഴ്ന്ന ഇനി എങ്ങോട്ട് പാതാളം താഴ്ന്ന ശിവൻകുട്ടിയുടെ അത്ര താഴുമെന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഇതിനേക്കാളും കൂടുതൽ വിദ്യാഭ്യാസ മേഖല താഴാനില്ല. പുള്ളിക്കാരനെ ഈ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഇത്തിരി കുറവുള്ള കാരണം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ കാര്യം ഈ സ്കൂളിൻ്റെ അംഗീകാരം ഞങ്ങൾ റദ്ദാക്കി കളയുമെന്നാണ് പറഞ്ഞത്. ഞാൻ NOC വാങ്ങേണ്ട സമയമായി. അതല്ല, ഞാൻ പഠിച്ചിടത്തോളം അതൊരു CBSE സ്കൂളാണ്. അതെ. പിന്നെ ഈ മന്ത്രിക്ക് ഈ കൺകറന്റ് ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പിടുത്തമൊന്നുമില്ല. അത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ പുള്ളിക്കാരൻ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതെ. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം CBSE അഫിലിയേഷൻ കൊടുത്ത സ്ഥാപനം പൂട്ടിക്കെട്ടിക്കാമെന്ന് നമ്മുടെ മന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാവുമെന്ന് നിയമജ്ഞന്മാർ നോക്കിയാൽ മതി. നമ്മൾ പറയുന്നില്ല. അല്ല, അതിനുള്ള അധികാരം നമ്മുടെ കേരളത്തിലെ മന്ത്രിക്കുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടോ? ഇല്ല, അതില്ല. കാര്യം അത് ഫെഡറൽ സംവിധാനം വലിയ വാചകങ്ങളൊക്കെ. ഫെഡറൽ സംവിധാനത്തിനകത്ത് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അതിന് പുറത്തൂടെ പറക്കാൻ സാധിക്കത്തില്ല. അതെ. അത് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. അദ്ദേഹം വിചാരിക്കുന്ന ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് പോലെ ഈ എന്താ പറയുന്ന ഈ പഞ്ചായത്ത് ഭരിക്കുക, അവിടുത്തെ ഈ ശുചീകരണ തൊഴിലാളികൾ ഭരിക്കും പോലെയാണ് ടീച്ചർമാരെന്നൊക്കെയാണ് വിചാരിച്ചത്. ഈ പാർട്ടിക്കാരെയൊക്കെ വരട്ടി നിർത്തുന്നത് പോലെയാണ്. അല്ല, ഈ കോർപ്പറേഷൻ്റെയൊക്കെ കീഴിൽ സ്കൂൾ ഭരണം കൊണ്ടുവന്നത് തന്നെ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതിയുടെ തുടക്കമാണ്. ഞാൻ ഈ കോർപ്പറേഷനെ മോശപ്പെടുത്തിയിട്ടില്ല പറയുന്നത്. കോർപ്പറേഷനിൽ ഒരു കൗൺസിലർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറഞ്ഞിട്ടില്ല. മന്ത്രിക്കും വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാവാറുള്ളൂ. മുണ്ടശ്ശേരി മാഷിനെ പോലുള്ള പ്രഗത്ഭന്മാരൊക്കെ ഇരുന്ന കസേരയാണ്. അതെ. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഹിജാബ് ഇടുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് മാനേജ്മെൻറ്റിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. പിറ്റെന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനുള്ള സ്വാതന്ത്ര്യമുള്ള കുട്ടിയുടെ അവകാശം ലംഘിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ തൂക്കിക്കൊല്ലുമെന്ന് പറയുന്നു. ഇയാൾ പറയുന്നതിനൊന്നും പരസ്പര ബന്ധമൊന്നുമില്ല. അല്ല, പരസ്പര വിരുദ്ധമാണ്. ആദ്യം പറഞ്ഞതിൽ നിന്ന് വളരെ വിരുദ്ധമായ കാര്യമാണ്. ആദ്യം പറഞ്ഞത് ലോകത്ത് ഏറ്റവും വലിയ പൊട്ടത്തരാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വേറൊരു ചർച്ചയിൽ പറഞ്ഞ മാതിരി അദ്ദേഹം പറഞ്ഞ രീതിയിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് അതിനുള്ള അധികാരം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പിന്നീടാണ് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. കാര്യം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു RSSകാർ നടത്തുന്ന സ്കൂളിൽ നാളെ തൊട്ട് എല്ലാവരും പൊട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഓടിപ്പോകും. അതേപോലെ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളും നാളെ തൊട്ട് ഹിജാബ് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ശ്രീമതിക്ക് ഇത്തിക്കൂടെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീമതി പറഞ്ഞാണ് അത് ഇത് പറ്റത്തില്ല കേട്ടാന്ന് പറഞ്ഞത്. ചേട്ടൻ തിരുത്തി പറയാൻ പറഞ്ഞുകൊണ്ടായിരിക്കണം പുള്ളിക്കാർ പറഞ്ഞത്. പുള്ളിക്കാരും അങ്ങനെ ആയിരിക്കണം പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പറഞ്ഞത് വൈകുന്നേരം ഞാനൊരു ചർച്ചയിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അത് ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇദ്ദേഹം തിരുത്തി വേറൊന്നായിട്ട് ഫ്ലൈറ്റ് മാറ്റിയിട്ടാണ് പറയുന്നത്. ഈ ആദ്യം പറഞ്ഞ പരസ്പരം തമ്മിൽ ബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ അത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഫൈനൽ. അതെ. ഇപ്പം നമ്മളെ അവർ സിനിമ ഡയലോഗ് പറഞ്ഞില്ലേ, താൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അത് ഒരിടമൊന്നും ഉറച്ചു നിൽക്കുന്നില്ല, അതല്ലേ പ്രശ്നം. അതെ. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല തമാശകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മന്ത്രിയുടെ കീഴിലല്ല, ബേബി സാഹാവിൻ്റെ കാലം തൊട്ട് നമ്മൾ തമാശകളാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കേരളത്തിൽ 2 പരീക്ഷാ ബോർഡ് കൂടെ ഉണ്ട്. നമ്മൾ ആൾക്കാർക്ക് അറിയാത്ത 2 പരീക്ഷാ ബോർഡുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ എന്നാണ്. അതിന് നമ്മുടെ ബേബി മന്ത്രി അതിന് വേറൊരു പേരായിട്ട് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് അങ്ങനെ എന്തൊക്കെ ഒരു പേരൊക്കെ മാറ്റി നോക്കി. പിന്നെ നമ്മളൊരു സാക്ഷരതാ മിഷനുണ്ട്. ഇവർ രണ്ടുപേരും കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ബോർഡുകളാണ്. പക്ഷേ ഇവരൊക്കെ പൈസ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷ നടത്തുന്നില്ല. പരീക്ഷ നടത്താനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഒക്കെ ഉള്ള ജോലിയെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കുമാണ് കൊടുത്തേക്കുന്നത്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ഒന്ന് കാണുള്ളൂ. ഒരു ബോർഡ് പഠിപ്പിക്കും, വേറൊരു ബോർഡ് പരീക്ഷ കൊടുക്കും, വേറൊരു ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്.
ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞ് ഇതൊക്കെ കോടതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ വിഷയങ്ങളാവുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ ക്വാളിഫിക്കേഷന് കാര്യം ഇപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, പരീക്ഷ നടത്താനും പറ്റത്തില്ല. അത് ആ ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ സഖാവ് ബേബിയുടെ കാലം തൊട്ടേ കുത്തഴിഞ്ഞതാണ്. ഇനി ഇത് ചെതറി എവിടെയൊക്കെ കിടക്കുന്നു എന്നുള്ളത് അടുത്ത മന്ത്രിസഭ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ വീണ്ടും മന്ത്രിയായിട്ട് വന്നാൽ അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന്. വേറൊരാൾ വരികയാണെങ്കിൽ അവർക്കൊന്നും അറിയത്തില്ല ഇത് എവിടെയൊക്കെ കിടക്കുക. ചുരുക്കി പറഞ്ഞാൽ ആകെ കുളമാക്കിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു സമയത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആയിരുന്നു. 50-കളിലും 60-കളിലും 70-കളിലും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ഒരു ഡിഗ്രി കൊണ്ടുപോകുന്ന ആൾ വലിയ ഒരു ബഹുമാനത്തോടെയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്തിരുന്നത്. വെറും കേരളത്തിലെ മലയാളം BA കാരനായാലും ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. കാര്യം അന്നത്തെ ഇംഗ്ലീഷിനും അത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്. BA മലയാളംകാരൻ 2 വർഷം പഠിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ശരിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നന്നായി പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേരളം. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ അതിന്റെ മകുടോദാഹരണങ്ങളാണ്. മിഷണറിമാരും അവരും ഒക്കെ. അതെ അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ മേലിൽ വേറൊരു മന്ത്രിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ആ അത് ഒരു ഗ്രേഡ് കൂടുതലാണ്. അത് വീട് തലയിൽ ചുമന്ന് നടക്കുന്ന മന്ത്രിയാണ്. അതല്ല, നേരെ സംസാരിക്കാൻ കൂടെ അറിയത്തില്ല. പിന്നെ PhD MBBS എന്ന് പറയുന്നത്, എനിക്ക് ലിറ്ററേച്ചറിൽ MBBS എന്ന് പറയുന്നത്, PhD എന്നല്ല, എനിക്ക് ലിറ്ററേച്ചറിൽ MBBS ഉണ്ടെന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇനി ലോവർ എഡ്യൂക്കേഷൻ മന്ത്രി ഇല്ലാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. എന്തായാലും നമ്മുടെ കുട്ടികളുടെ ഭാവിയൊക്കെ വെള്ളത്തിലായി. പിള്ളേർക്ക് ഇത് നല്ലവണ്ണം അറിയുന്നത് കൊണ്ടാണ് അവര് മറ്റ് സ്റ്റേറ്റുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പഠിക്കാൻ പോകുന്നത്. അതല്ല, കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനോട് SFIക്കാർക്ക് ഇത്രയും വിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോട് കത്ത് എഴുതി. ആ കത്തിലെ ഇംഗ്ലീഷും അതിലെ തെറ്റുമൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്കാണ് വാഴക്കൊല ചിന്തയും പിന്നെ ബേബിയും പിന്നെ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ ഇതിൻ്റെ പറയുന്നു വരുന്നത്. അപ്പം ആരോഗ്യരംഗം ബഹുകേമം, വിദ്യാഭ്യാസ രംഗം അതിനേക്കാൾ ഉന്നത വിദ്യാഭ്യാസം പറയും വേണ്ട. അതെ, ശരി. എന്തായാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ തലയിലെഴുത്ത് ഒരു വല്ലാത്ത തലയിലെഴുത്ത്. ഇത് ഈ സർക്കാർ ഇനി 5 വർഷം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തൃപ്തിയായി LDF വരും, എല്ലാം ശരിയായി. എല്ലാവരും പുറത്തു പോകുന്ന എല്ലാവർക്കും ലോൺ കൊടുക്കാമെന്നാണ് മന്ത്രി പറയുന്നത്. എല്ലാവരും എങ്ങനെയെങ്കിലും പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അതെ.